പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ ദിവസങ്ങൾ കൂടിയാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. ഒരേപോലത്തെ റുട്ടീനായിരുന്നു, അങ്ങനെ ഡെയിലി വ്ളോഗ്സ് എടുക്കാൻ തോന്നിയില്ല, അതുകൊണ്ട് എടുത്തില്ല കേട്ടോ. ഇപ്പോഴും നമ്മൾ യു എസിൽ തന്നെയാണുള്ളത്. 15 ദിവസത്തേക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഗോപുവൊക്കെ നാട്ടിൽ പോയേക്കായിരുന്നു. ആ സമയത്തൊക്കെ ഞാനിവിടെ എൻ്റെ ജിമ്മിൽ പോകുന്നതും ഷോപ്പിങ്ങിന് പോകുന്നതും പിന്നെ കറങ്ങാൻ പോകുന്നതും അങ്ങനെയൊക്കെ കുറേ മീൻസ് ഗോപുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയായിരുന്നു കേട്ടോ. ഗോപുവിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്നെക്കാൾ യങ്സ്റ്റേഴ്സാണ് അവർ. പക്ഷെങ്കിൽ എൻ്റെ അടുത്ത് നല്ല കൂട്ടായി, എവിടെ പോയാലും നമ്മൾ ഒരുമിച്ച് പോവുക. സ്പെഷ്യലി പ്രിയങ്കയുടെ കൂടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് അവരുടെ ഫാമിലിയോട് കൂടെ ഞങ്ങൾ ജൂലൈ 4th സെലിബ്രേഷൻസ് കാണാൻ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ബൗളിങ് ചെയ്യാൻ പോയി അവരുടെ കൂടെ. അങ്ങനെ കുറേ നല്ല, നമ്മൾ പറയത്തില്ല, നല്ല ഗുഡ് സോൾസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആൾക്കാരെ പരിചയപ്പെട്ടു. എങ്ങനെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. അതിലൊക്കെ ഞാൻ ശരിക്കും ഗ്രേറ്റ്ഫുള്ളാണ് കേട്ടോ ഇവരോടൊക്കെയും. കാരണം ഗോപു ഇല്ലായിരുന്ന സമയത്തും എനിക്ക് ആ ഒരു ഫീല് വന്നിട്ടില്ല, ഒറ്റയ്ക്കാണ് എന്നുള്ള ഫീല് വന്നിട്ടില്ല. അതുപോലെ തന്നെ എന്നും എൻഗേജ്ഡ് ആയിരിക്കാനും ഒക്കെ പറ്റി കേട്ടോ. പിന്നെ ഓറഞ്ച് തിയറി നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എന്നും വെളിയിൽ പോകാനും ഒക്കെ. പിന്നെ മോൻ ഡ്രൈവ് ചെയ്യും, ഞങ്ങൾ കുറച്ച് ദൂരം വരെയൊക്കെ അങ്ങനെ പോകുമായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ നോർമലായിട്ടുണ്ട് പോയിക്കൊണ്ടിരുന്ന ദിവസങ്ങളായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതുകൊണ്ട് ഡെയിലി വ്ളോഗ്സൊന്നും അങ്ങനെ എടുത്തില്ല. ഇത് ഞാൻ ആദ്യമായിട്ട് പ്രിയങ്ക പറഞ്ഞു നമുക്ക് ബോളിങ്ങിന് ചെയ്യാൻ പോകുന്നു, 2 ഫാമിലീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയതാണ് കേട്ടോ. ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല, അപ്പോൾ പറഞ്ഞു ചെയ്യാം, നമുക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ അതൊക്കെ എക്സ്പീരിയൻസ് കേട്ടോ. അതൊക്കെ ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് കുറച്ച് എടുത്ത് വെച്ചിരുന്ന് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ പറയാൻ വന്നത് അങ്ങനെയാണ്, കുറച്ച് ചില ആളുകൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാർ നമുക്ക് പേഴ്സണലി നമ്മൾ ആരുടെയെങ്കിലും, അതായത് ഗോപുവിൻ്റെ ത്രൂ ആണ് ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെട്ടത്. പക്ഷേ ഇവരൊക്കെ ഇപ്പം ഒരു 2-3 മാസമായിട്ട് ഇവരുടെ ചെയ്യുന്ന കാര്യങ്ങളും, അതായത് ഇങ്ങനെ ഒരു സെൽഫിഷ് ഒട്ടും അല്ലാത്ത കുറച്ച് ആളുകൾ നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണം, നമ്മളെന്ത് ആവശ്യമുണ്ടെങ്കിലും അവരെ നമുക്ക് ഒരു എന്താ പറയുന്നൊരു എന്താ അതിന് പറയുന്നത്, ഒരു തടസ്സം കൂടാതെ അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമോ അവർക്കൊന്ന് ചിന്തിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് കോൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഹെൽപ്പ് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ആളുകൾ. അങ്ങനെ നല്ല ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഇവിടെ ഗോപുവിനുണ്ട്. എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ ഗോപു മീരെ നല്ല ലക്കിയാണ്. അത്രയ്ക്ക് നല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവരെൻ്റെ അടുത്തും അതുപോലെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിൽ പോയാലും ഇവരെ ഒന്നും ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് പ്രിയങ്കയാണ് എൻ്റെ ഏറ്റവും കൂടുതൽ, ഞങ്ങൾ രണ്ടുപേരുമാണ് ടൈം സ്പെൻഡ് ചെയ്തത്. കാരണം എന്നും ജിമ്മിൽ പോകാനായിട്ട് പ്രിയങ്കയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് പോകാറ്. പിന്നെ ഷോപ്പിംഗ് ആണെങ്കിലും ഒക്കെ അങ്ങനെ കുറേ നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടി കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അതല്ല, നമ്മൾ ലൈഫിൻ്റെ ചില സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ നമുക്ക് തോന്നുന്ന ചില കാര്യങ്ങളുണ്ടല്ലേ. എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന പോലെയാണോ നമ്മളെപ്പറ്റി വേറെ ആളുകൾ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തിട്ട് അവരൊന്നും അതേപോലെ നമുക്ക് വേണ്ടി ചെയ്യുന്നില്ല. അതൊക്കെ നമ്മുടെ എക്സ്പെക്റ്റേഷനാണ്. നമ്മളെപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യാണ് അവരും നമ്മളെ അതുപോലെ നമുക്ക് വേണ്ടി അതുപോലെ ചെയ്യും, അല്ലെങ്കിൽ നമ്മളോട് അതുപോലെ പെരുമാറും. നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മളെന്ത് ചെയ്യുന്നു അതിന് കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ മാത്രം ഇരിക്കുന്ന ആളുകളും ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് നമുക്കല്ലേ. അപ്പം അതായത് നമ്മൾ എന്തെങ്കിലും ഒരു എനർജി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് പോസിറ്റീവ് വേയിലാണെങ്കിൽ പോലും അതിനെ നെഗറ്റീവായിട്ട് എടുത്തിട്ട് അങ്ങനത്തെ കുറേ നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷൻസിലും ഉണ്ട്, റിലേറ്റീവ്സിലും ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സിലും ഉണ്ട്. അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ടല്ലേ. പക്ഷെങ്കിൽ ഏറ്റവും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നേഹം നമ്മൾ കൊടുക്കും. പക്ഷേ എത്രയായാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും. നമ്മളൊരു സാധാരണ മനുഷ്യനാകുമ്പോൾ നമ്മൾ പലതും എക്സ്പെക്റ്റ് ചെയ്യും. ആ എക്സ്പെക്റ്റേഷൻസ് നമ്മൾ മീറ്റ് ചെയ്യാതെ വരുമ്പോൾ നമ്മൾ കുറച്ച് ഡിപ്രസ്ഡ് ആവും. അതിൽ നിന്ന് നമ്മളെപ്പോഴും ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കും. എപ്പോഴും നമ്മുടെ ഒരു എയിം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. നമ്മൾക്ക് ഔട്ട് ഓഫ് ദ വേ ആയിട്ട്, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ് കേട്ടോ, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. അതിൽ അവരെന്ത് നമുക്ക് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ ചെയ്താൽ മാത്രമാണ് നമുക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. എൻ്റെ ഒരു ഇത്രയും നാളത്തെ ജീവിതത്തിനിടയ്ക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, നമ്മൾ എത്ര സിൻസിയർ ആയാലും നമ്മൾ അതേപോലെ തന്നെ ആ സിൻസിയറിറ്റി മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല. അതൊരു നേച്ചറാണ്, നമ്മുടെ നേച്ചറിൻ്റെ ഒരു ഒരു വേ ആണത്. പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പം മനസ്സിനകത്തോട് നന്നായിട്ട് കണക്റ്റ് ചെയ്ത് കിടക്കുമല്ലോ ചില കാര്യങ്ങൾ. നമ്മൾ അത്രയും എന്തെങ്കിലും ഒരു സമയത്ത് നമ്മൾ ഔട്ട് ഓഫ് ദ വേ ചെന്നിട്ട് ആർക്കെങ്കിലും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവരതേ സിറ്റുവേഷൻ വരുമ്പോൾ അതുപോലെ റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഓർക്കും
നമ്മുടെ മനസ്സിലത് കാണും. പക്ഷേ മേ ബി അവരത് മറന്നു പോയിട്ടുണ്ടാവും. അവരുടെ തെറ്റായിരിക്കത്തില്ല, മറന്നു പോയിട്ടുണ്ടാവും. പക്ഷേ അത് നമ്മളെ ഇങ്ങനെ പിൻ ചെയ്യും ചില സമയത്ത്. അങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്, എല്ലാ ഫാമിലീസിലും ഉണ്ടായിട്ട്. ഇപ്പം ഞാനിത് സ്പെഷ്യലി ഓർക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഹോട്ട് ടോപ്പിക്കായിട്ട് കിടക്കുന്ന സിന്ധു കൃഷ്ണയുടെ ഒരു ഫാമിലിയിലുണ്ടായ പ്രശ്നങ്ങളാണല്ലോ. അതാണല്ലോ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബിലൊക്കെ ഫുള്ളായിട്ടും വരുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് ഞാൻ ചിലപ്പോൾ ഒത്തിരിയും ഞാൻ അഹാന എന്ന് പറയുന്ന കുട്ടി, നമ്മൾ അവരുടെ ഒരു മോട്ടോ പോലെ അവർ പറയുന്നുണ്ടല്ലോ, ഓരോ വീട്ടിലും ഓരോ അമ്മു വേണം എന്നുള്ള ഇതിൽ. ഈവൻ ഞാൻ പോലും ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ 2 ആൺപിള്ളേരാണുള്ളത്, എനിക്ക് മോളില്ല. അപ്പം ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ കുട്ടി എന്തെല്ലാമാണ് ഗ്രാൻഡ് പേരൻസിന് വേണ്ടി ചെയ്യുന്നത്, പേരൻസിന് വേണ്ടി ചെയ്യുന്നത്. അപ്പം എന്തൊക്കെയാണെങ്കിലും എത്ര ഇവർ 1 വർഷം 2 വർഷം മുമ്പുള്ള പുറകോട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ആ കുട്ടി ചെയ്യുന്നുണ്ട് പേരൻസിന് വേണ്ടിയിട്ട്, ഗ്രാൻഡ് പേരൻസിന് വേണ്ടിയിട്ട്. ഇന്നത്തെ കാലത്ത് എത്ര കുട്ടികളുണ്ടായിരിക്കും ഗ്രാൻഡ് പേരൻസിന് വേണ്ടി അത്രയും സംഗതികൾ ചെയ്യുന്നത്? എത്രയോ കുറവ്. ആരാണ് ഗ്രാൻഡ് പേരൻസിനെ പറ്റി ഇത്രയും ഓർക്കുന്നത്? അങ്ങനെ ചെയ്തിട്ടും അറ്റ് ലാസ്റ്റ് ആ കുട്ടിക്ക് കിട്ടിയത് എന്താണ്? അപ്പം അങ്ങനെ നമുക്ക് കുറച്ചൊരു ഡിപ്രസിങ് ആയിരുന്നു കേട്ടോ. കാര്യം നമ്മൾ സോഷ്യൽ മീഡിയ കൂടെ മാത്രമാണ് അവരെ കാണുന്നത്, അവരുടെ കാര്യങ്ങൾ അറിയുന്നത്. പക്ഷേ നമ്മൾ ഡെയിലി അല്ലെങ്കിൽ നമ്മളൊരു റുട്ടീൻ, അതായത് അവരുടെ മിക്ക വ്ളോഗ്സും ഞാൻ കാണാറുണ്ട്. സിന്ധു കൃഷ്ണയുടെ ആണെങ്കിലും അഹാന കൃഷ്ണയുടെ ആണെങ്കിലും. അപ്പോൾ അഹാന എന്ന് പറഞ്ഞൊരു കുട്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ഈ ഒരു സമയത്ത് അതിൻ്റെ ഗ്രാൻഡ് മദർ അതിനോട് ചെയ്തതും അതിൻ്റെ കസിൻസ് അതിനോട് ചെയ്തതും ഒക്കെ എൻ്റെ ഒരു നോട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അതിന് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടി തളർന്നു പോയിട്ടുണ്ടായിരിക്കും. എത്രയായാലും ഒരു ചെറിയ കുട്ടിയാണത്, അല്ലേ? അപ്പോൾ ആ കുട്ടി എന്തുമാത്രം തളർന്നു പോയിട്ട്, അതിൻ്റെ അമ്മയ്ക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ ഇപ്പോൾ ഉള്ള കാര്യങ്ങളാണല്ലോ എല്ലാവരും എടുക്കുന്നത്. അതിന് മുമ്പ് തൊട്ടുള്ള വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ സ്വന്തം അമ്മയുടെ, അതായത് സ്വന്തം ഗ്രാൻഡ് പേരൻറ്റിൽ നിന്നാണ് ആ കൊച്ചിന് അത്രയും ഒരു ഫീലിങ്സ് ആയിട്ടുള്ള, അത് അത്രയും അതിനെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ബിഹേവിയർ ഉണ്ടായതല്ലേ. പിന്നെ അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം എന്ത് പറയണം? അങ്ങനെ നോക്കുമ്പോഴത്തേനും നമുക്ക് തോന്നത്തില്ല നമ്മൾ ചെയ്യുന്ന, അതായത് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മളെ തെറ്റിദ്ധരിക്കേണ്ടവർക്ക് തെറ്റിദ്ധരിക്കാം, നമ്മളെ എന്താ പറയുന്നത്, ഇടിച്ചു താക്കേണ്ടവർക്ക് ഇടിച്ചു താക്കാം. അല്ലെങ്കിൽ ഒരു ഇത്രയും ഫോളോവേഴ്സുള്ള ഇത്രയും പോപ്പുലറായിട്ടുള്ള ആ കുട്ടിക്ക് എതിരായിട്ട് കസിൻ വന്ന് ഇത്രയും പറഞ്ഞപ്പം അതിനെന്തുമാത്രം വിരോധികൾ, അതായത് ഒപ്പോണൻസാണ് ഇതിനകത്ത് ഉണ്ടായേക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ. അപ്പം ഇത് നമ്മൾ കറക്റ്റ് ട്രൂത്ത് അറിയാതെയാണ് സംസാരിക്കുന്നത് മിക്കവരും, അവരുടെ വീഡിയോസ് എടുത്തിട്ട് പറയുന്നതും എല്ലാം. പക്ഷെ അവരുടെ മനസ്സിലുള്ള നമ്മളാണ് ആ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരമ്മ എപ്പോഴും അവരുടെ മകളുടെ കൂടെ നിൽക്കും. സിന്ധു കൃഷ്ണ അഹാനയുടെ കൂടെ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാനാണെങ്കിലും എൻ്റെ മോൻ്റെ കൂടെ മാത്രമായിരിക്കും നിൽക്കുന്നത്. കാരണം ആ തരത്തിലാണ് അതിനെ വേദനിപ്പിച്ചിട്ടുള്ളെങ്കിൽ ആ കുട്ടിയുടെ കൂടെ അതിൻ്റെ അമ്മ നിൽക്കും, അല്ലേ? അങ്ങനെ അവർ കുറേ ചെയ്ത കാര്യങ്ങൾക്കൊന്നും ഒരു വാല്യൂ ഇല്ലാതെ പോകുന്ന കാണുമ്പോൾ ഒരു വിഷമമുണ്ട്. നമ്മളിപ്പം ഒരാളുടെ ഭാഗം അറിയുന്നില്ല. പ്രായമായ ആൾക്കാരുടെ സ്വഭാവം പല രീതിയിലായിരിക്കും. എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ മുതൽ ഞാൻ ഇൻലോസിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഞാനങ്ങനെ ഒറ്റയ്ക്ക് താമസിച്ചിട്ടേ ഇല്ല. അതായത് എൻ്റെ മാരേജ് 25 years കഴിഞ്ഞു. ഞങ്ങൾ അന്ന് മുതൽ എൻ്റെ ഫാദറിലും മദറിലും എൻ്റെ കൂട്ടത്തിൽ തന്നെയാണ്. എൻ്റെ കൂട്ടത്തിൽ തന്നെ അവിടെ ആ വീട്ടിലോട്ടാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന്. അവിടെ അപ്പം മുതൽ അവിടെയാണ്. അപ്പോൾ ഡാഡി എന്ന് പറയുന്നത്, രാജേഷിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളും ഭയങ്കര എല്ലാ കാര്യത്തിനും ഭയങ്കര ചിട്ടയുള്ള ഒരാളും അതൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ കല്യാണം കഴിച്ച് ചെല്ലുന്ന സമയത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും അറിയാൻ മേലാത്തൊരു, അതായത് കുക്കിംഗ് എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഒന്നും ചെയ്യിപ്പിക്കത്തില്ലായിരുന്നു. പഠിച്ച് നടന്നു അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കല്യാണം കഴിച്ചു, ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അപ്പോൾ റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള എനിക്കൊരു ഏജും ആയിട്ടില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് അതുകൊണ്ടുള്ള കുറേ പ്രോബ്ലംസ് എനിക്കുണ്ടായിരുന്നു. മെൻ്റലി ഞാൻ ഒത്തിരി ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട്. അത് ആരുടെയും കുഴപ്പമല്ല. പക്ഷേ ആ ഒരു ഏജിൽ അതും ഒരു അറേഞ്ച്ഡ് മാരേജിൽ നമ്മളൊന്നും അറിയത്തില്ലാത്തൊരു വീട്ടിൽ ചെന്നു. ഫുൾ 4 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ട്രാവൽ ചെയ്തു നോർത്ത് ഇന്ത്യയിലേക്ക്. ആദ്യമായിട്ട്, അതായത് ഞാൻ ചെറുപ്പത്തിൽ അച്ഛൻ എയർഫോഴ്സിലായിരുന്ന സമയത്ത് മാത്രമാണ് നോർത്ത് ഇന്ത്യയിൽ താമസിച്ചത്. അപ്പോൾ ഞാൻ കുഞ്ഞാണ്. അത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴെല്ലാം നമ്മൾ സ്കൂളിങ് എല്ലാം കേരളമാണ്. പുതിയൊരു സ്ഥലത്തോട്ട് ചെന്നു, പുതിയ കുറച്ച് ആൾക്കാർ. 4 ദിവസം കഴിഞ്ഞു. അതായത് അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ പോലും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടും അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിട്ടൊന്നുമില്ല. അതൊക്കെ ഒരു സ്പെഷ്യൽ കാറ്റഗറിയിലാണ് ഞങ്ങളൊക്കെ വരിക എന്ന് പറയുന്നത്. കാരണം നമ്മൾ കല്യാണം ഒക്കെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടാണേലും ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഫോണിലൊക്കെ സംസാരിക്കുന്നത്, ഞങ്ങളങ്ങനെ സംസാരിച്ചിട്ടേ ഇല്ല. ഫസ്റ്റ് ഞങ്ങൾ സംസാരിക്കുന്നത് തന്നെ ആഫ്റ്റർ മാരേജാണ്. അങ്ങനെ കുറേ പ്രോബ്ലംസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യം, ഇറിറ്റേഷൻസ് ഒക്കെ വരുമായിരുന്നു.
അങ്ങനെയൊക്കെ നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്തൊക്കെയാണ് ഇവിടം വരെ വന്നത്. കുറേ ഞാൻ പറയുന്നില്ല എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. പക്ഷേ നമ്മളത് പോയിട്ട് എല്ലാവരുടെ അടുത്ത് പറയുക. ഇപ്പം ഞാൻ ഇവരുടെ ഈ കാര്യങ്ങൾ കൊണ്ടാണ് പറയുന്നത്. നമ്മൾ അന്നത്തെ കാലത്തൊക്കെ നമ്മൾ സ്പെഷ്യലി കുറേയൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് പറയും എന്നല്ലാതെ ഒരു റിലേറ്റീവ്സിനോടോ ഫ്രണ്ട്സിനോടോ പോലും നമ്മളങ്ങനെ നമ്മുടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ അതായത് നമ്മളെപ്പോഴും ഓർക്കുന്ന എന്താണ്, അച്ഛനാണ്, അമ്മയാണ്, അല്ലെങ്കിൽ അവരുടെ ഏജാണ്. അപ്പോൾ നമ്മുടെ പേരൻസ് അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അവർ മുതിർന്ന ആൾക്കാരാണ്, അവർക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ ചിട്ടയുണ്ട്. അതിനകത്ത് നമ്മൾ ഇടപെടാൻ പോയാൽ അവർക്ക് ചിലപ്പം ഇഷ്ടപ്പെടുന്ന വരത്തില്ല. അപ്പോൾ അവർ കുറച്ചൊക്കെ ഒന്ന് ഇപ്പോഴത്തെ പിള്ളേരെ നമ്മൾ അങ്ങനെയല്ല എല്ലാത്തിനെതിരെ എതിർക്കണം അങ്ങനെ പറഞ്ഞല്ലേ വളർത്തുന്നത്. അപ്പം അന്നത്തെ കാലത്ത് നമ്മളോട് കുറച്ചും കൂടെ പറയും കേട്ടോ, നമ്മൾ കുറച്ചും കൂടെ ഫാമിലി വാല്യൂസ് നോക്കണം. നമ്മുടെ കുട്ടികളുണ്ട്, നമ്മളങ്ങനെ അപ്പോൾ അവരിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് അച്ഛൻ്റെ അമ്മയുടെയും മീൻസ് ഒബേ ചെയ്ത് ജീവിക്കുക. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളെ അങ്ങ് താന്ന് കിടന്ന് ജീവിക്കുക എന്നല്ല കേട്ടോ. പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഫാമിലി ലൈഫ് ഉണ്ടാക്കാനാണ് നമ്മുടെ പേരൻസ് എപ്പോഴും നമ്മളെ, അതായത് എൻ്റെ ഏജിലുള്ള ആൾക്കാരുടെ ഒക്കെ വീട്ടിൽ അങ്ങനെ ആയിരിക്കും മനസ്സിലാക്കുന്നത്. അതായത് നമുക്ക് എത്ര നമ്മൾ ഫൈനാൻഷ്യലി കേപ്പബിൾ ആണോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ ഫാമിലിയെ നമ്മൾ യോജിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവും. നമ്മൾ ഹസ്ബൻഡ് വൈഫിലുള്ള റിലേഷൻഷിപ്പിൽ ആ ഒരു ബാക്കിയുള്ളവരുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഹസ്ബൻഡും വൈഫും കുട്ടികളും എന്നുള്ള ആ ഫാമിലിയിൽ മറ്റുള്ള ആൾക്കാർ കൊണ്ടൊരു എഫക്റ്റ് വരാതെ ആ ഒരു ബോണ്ടിങ് നിലനിർത്തിയാൽ നമുക്ക് പിന്നെ ബാക്കി പുറത്തുള്ള നമ്മളെ അത്ര എഫക്റ്റ് ചെയ്യത്തില്ല. ആ ഒരു ബോണ്ടിങ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയുന്നത്. ചില സമയത്ത് നമുക്കത് കെയർ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കേണ്ടി വരും. പക്ഷേ എങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് കുറച്ച് നാൾ കഴിയുമ്പം നമുക്കതെല്ലാം ഇതൊക്കെ നമ്മൾ തരണം ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മളെ തന്നെ നന്നായിട്ടൊന്ന് പോളിഷ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നമുക്ക് നല്ല വാല്യൂസ് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും, ശരിക്കും പറഞ്ഞാൽ നമ്മളെങ്ങനെയാണോ നമ്മുടെ പേരൻസിനെ നോക്കുന്നത്, അല്ലെങ്കിൽ അത് കണ്ടിട്ട് തന്നെയാണ് കുട്ടികൾ നമ്മളെ നോക്കുന്നത്. അല്ലാതെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലും കൂടുതൽ പണ്ട് ഞാൻ പറയും, കുട്ടികൾ കണ്ടിട്ടാണ് കൂടുതൽ മനസ്സിലാക്കുന്നത്. നമ്മളെങ്ങനെയാണോ നമ്മുടെ പേരൻസിനെ നോക്കുന്നത്, അതുപോലെ ആയിരിക്കും നമ്മുടെ കുട്ടികൾ നാളെ നമ്മളെ നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഇതൊരു എന്താ പറയുക, ചരിത്രം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കറക്റ്റാണ്. എല്ലാവരുടെ കാര്യത്തിലും നോക്കിയാൽ അതാണ്. നമ്മളിന്ന് കൊച്ചുകുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മളുടെ പേരൻസിനെ നമ്മൾ ഇഗ്നോർ ചെയ്തു, അവരെ കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ആൻസർ ബാക്ക് ചെയ്യുന്നു. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ പറഞ്ഞു വരുന്ന നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് ഒത്തിരി മാറിപ്പോയി. അതായത് നമ്മൾക്ക് പീസ്ഫുള്ളായിട്ടൊരു ലൈഫ് ഈ ഒരു ഏജിൽ നമ്മൾ ആഗ്രഹിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഉണ്ടായാൽ തന്നെ നമ്മളത് അറിഞ്ഞ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക, നമ്മളതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്തൊന്നും കൂടെ ചിന്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കാമായിട്ടിരിക്കുക. ഒരു സമയം കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യുന്നത്, എനിക്ക് ഭയങ്കര റിയാക്ഷൻ എൻ്റെ ഭയങ്കര സ്പീഡിലായിരുന്നു, പറഞ്ഞു അത് ഉടനെ തന്നെ എനിക്ക് റിയാക്റ്റ് ചെയ്യണമായിരുന്നു. റിയാക്ഷൻ്റെ സ്പീഡ് നമ്മൾ കുറച്ചാൽ തന്നെ കുറേ പ്രോബ്ലംസ് സോൾവ് ആക്കാൻ പറ്റും. നമുക്കൊരാൾ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ തന്നെ നമ്മൾ അതിനൊരു മറുപടി പറയാതെ നമ്മൾ കുറച്ച് ആലോചിച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ അത് കൂൾ ഡൗൺ ആവും. അതനുസരിച്ച് നമ്മുടെ തിങ്കിങ്, അതായത് നമ്മൾ റിയാക്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, പിന്നെ നമ്മൾ തിങ്ക് ചെയ്തിട്ട് അപ്പം നമുക്ക് ശരിക്കും നമ്മൾ തന്നെയാവും. അതൊക്കെ കുറേ നമ്മൾ പ്രാക്ടിക്കൽ, അതായത് നമ്മൾ ലൈഫിൽ നിന്നുള്ള എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ കുട്ടികൾ നമ്മളെ മെയിൻ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് തന്നെ ഈ റിയാക്ഷൻസ് കൊണ്ടാണല്ലേ. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻസ് എന്നായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ട് അത് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് ഈ ദേഷ്യം വരുന്നത് അല്ലേ. അതുകൊണ്ട് എക്സ്പെക്റ്റ് ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. കൂടുതൽ അങ്ങ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്കൊരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, അതായത് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേങ്കിൽ നമ്മൾ മനഃപൂർവ്വം മറ്റുള്ളവർക്ക് ഒരു വിഷമം കൊടുക്കുന്ന രീതിയിൽ വാക്കുകൾ കൊണ്ടായാലും വിഷമിപ്പിക്കാതിരിക്കുക. കൂടുതലും നമ്മുടെ വേർഡ്സാണ് മറ്റുള്ളവർക്ക് ഹേർട്ട് ചെയ്യുന്നത് അല്ലേ. അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. പിന്നെ നമ്മൾ പറയുമല്ലോ, നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ അയ്യോ നോക്കട്ടെ പിന്നെ ചെയ്യാം അങ്ങനെ പറയാതെ, നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ അപ്പോൾ തന്നെ നോ പറയുകയാണെങ്കിൽ നമ്മളെ ഇങ്ങനെ ആശിപ്പിക്കുക എന്ന് പറയത്തില്ല, അങ്ങനെ ചെയ്യാതിരിക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കും. അതൊക്കെ നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ലൈഫ് ജീവിക്കാനായിട്ട് സമ്മതിക്കും. പിന്നെ ഞാൻ ഇപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ വാക്ക് ചെയ്യത്തില്ല, നമുക്ക് കുറേ നേരം നമ്മൾ നടക്കാനൊക്കെ പോകും. ഇത്രയും ക്വയറ്റായിട്ടുള്ള സ്ഥലത്തൂടെ നടക്കാൻ പോകുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ്സാണ് കിട്ടുന്നത്. നമ്മൾ തന്നെ നമ്മളെപ്പറ്റി ചിന്തിക്കുക, അനലൈസ് ചെയ്യുക, നമ്മളുടെ
എനർജി നമ്മളിൽ കുറേ സ്പെൻഡ് ചെയ്യുക. അതായത് നമുക്കെങ്ങനെ കുറച്ചും കൂടെ നല്ല ഒരാളാവാൻ പറ്റും. അതായത് ഫിസിക്കലി അല്ല ഞാൻ ഉദ്ദേശിച്ചത്, മാനസികമായിട്ട് നമുക്ക് കുറച്ചും കൂടെ കാമായിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റും. അപ്പോഴാണ് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്കും നമ്മളതുപോലെ നമുക്ക് സന്തോഷമാണെങ്കിലാണല്ലോ ചുറ്റുമുള്ള ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാകുക. അങ്ങനെ ഒരു പോസിറ്റീവ്, നമ്മളോട് മിണ്ടുന്നവർക്കൊക്കെ ഒരു പോസിറ്റീവ് ഓറ നമ്മുടെ നിന്നുണ്ടാകണം എന്നതൊക്കെയാണ് ആഗ്രഹം. അത് എല്ലാവർക്കും ഉണ്ടാവുമോ എന്നറിയത്തില്ല, എന്നാലും നമ്മൾ അതിന് വേണ്ടിയാണ് എപ്പോഴും ട്രൈ ചെയ്യുന്നത്. നമുക്കൊരു നെഗറ്റീവ് വൈബ്രേഷൻ കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ചില സമയത്ത് നമുക്ക് ദേഷ്യം വന്നാൽ നമ്മൾ ആ ഒരു മൂഡ് ഓഫിലായിരിക്കും എല്ലാവരോടും സംസാരിക്കുന്നത്. ആ നെഗറ്റീവ് വൈബ്രേഷൻ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞു എന്നാണ്, പക്ഷേ നമ്മൾ മനസ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ പറയാനാണല്ലോ നമ്മൾ ഈ ചാനലും അതായത് എൻ്റെ എനിക്കൊരു ചാനലുണ്ട്, ലക്ഷ്മി സ്പീക്സ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ചാനൽ തുടങ്ങിയ സമയത്ത് ഞാനിതായിരുന്നു ആലോചിക്കുന്നത്, മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് സംസാരിക്കാനായിട്ടൊരു പ്ലാറ്റ്ഫോം. അങ്ങനെ പറഞ്ഞ് പിന്നെ നമുക്ക് വന്നത് ഫിറ്റ്നസ്സായി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെയിലി വ്ളോഗ്സായി. അങ്ങനെ ഇപ്പം ഞാൻ നാട്ടിൽ പോകാനായിട്ട് ഇരിക്കുകയാണ് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ കറൻറ്റ് സിറ്റുവേഷൻ അത്ര നല്ലതല്ലല്ലോ നമ്മുടെ വാറൊക്കെ സംബന്ധിച്ച്. അതും എൻ്റെ ഫ്ലൈറ്റ് അബുദാബി വഴിയാണ്. എങ്ങനെയൊക്കെ ആവും എന്നറിയത്തില്ല, പക്ഷെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് ചെയ്യുക. എന്തായാലും അതനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നാട് നന്നായിട്ട് മിസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ പോകാൻ അടുക്കും തോറും നമ്മുടെ അവിടെയുള്ള ഫ്രണ്ട്സിനെയും അവരെയൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരെല്ലാം പെട്ടെന്ന് എപ്പോഴാണ് വരുന്നത്, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ പോകാനുള്ള ആ വൈബ് വരുമല്ലോ. ഏത് സ്ഥലത്താണ് നമ്മൾ നിന്നിട്ട് നമ്മൾ പോകാറാകുമ്പോൾ ഒരു 10 days ബിഫോറൊക്കെ നമുക്കിങ്ങനെ പോകുന്ന ആ വൈബ് വരും. അതുപോലെ പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ, ഫൈനൽ സ്റ്റെപ്സിലൊക്കെയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ വീഡിയോ ഇടുന്നില്ല എന്ന് വെച്ചപ്പോൾ ഞാൻ ഓർത്ത് ഇന്ന് കുറച്ച് ക്ലിപ്പിങ്സ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അത് വീഡിയോ ആയിട്ട് എടുത്തിടാം എന്നൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ എൻ്റേത് ഷിക്കാഗോ ടു ഡൽഹിയാണ് ഫ്ലൈറ്റ്, വയ അബുദാബിയാണ്. അബുദാബിയിൽ ലേ ഓവർ ഉണ്ട്. അപ്പോൾ ഇപ്പം അതുവഴി പോകുന്ന ഫ്ലൈറ്റ്സിനൊക്കെ ക്യാൻസലേഷൻസും റീഷെഡ്യൂളിങ്ങും ഡിലേ ഒക്കെ വരുന്നുണ്ട്. നമ്മളിപ്പം ആപ്പ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന എല്ലാവരും നമ്മുടെ എയർ സുവിധ 2.0 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടല്ലോ, ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നു. അത് നമ്മൾ ഓൺലൈനായിട്ട് 24 hours, ഇപ്പോൾ 36 hours ബിഫോർ ചെയ്യാമെന്ന് തോന്നുന്നു സബ്മിറ്റ് ചെയ്യുക. അത് ഇവിടുന്ന് പോകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മുടെ ഈ ഫോറിൻ കൺട്രീസിലൊന്നും ആവശ്യമില്ല. നമ്മൾ ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് എമിഗ്രേഷൻ്റെ സമയത്താണത് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇവിടുന്ന്, അതായത് ആഫ്രിക്കയിലാണല്ലോ ഈ എബോള വൈറസിൻ്റെ, അത് നമ്മുടെ ഇന്ത്യയിലേക്ക് അതുകൊണ്ട് വെളിയിൽ നിന്നുള്ള ആൾക്കാർ വരുമ്പം അതുകൊണ്ട് ഇന്ത്യയിലാണ് ഇതിന് ചെക്കിംഗ് ഒക്കെ ഉള്ളത്. അപ്പം ഈ എവിടെയെങ്കിലും ആരെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ സുരക്ഷാ ഫോം, അതായത് സെൽഫ് ഡിക്ലറേഷൻ ഫോമാണ്, അതായത് നമ്മൾ തന്നെ ഡിക്ലെയർ ചെയ്യുന്ന ഫോമാണ്. അത് ഫില്ല് ചെയ്തിട്ട് മാത്രം പോകുക. അതിൻ്റെ ഒരു കോപ്പി ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ, പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഡൽഹിയിൽ അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ ഇറങ്ങുക, ഡൽഹിയിൽ, കൊച്ചിയിൽ, ട്രിവാൻഡ്രത്ത് എവിടെ ഇറങ്ങിയാലും നമ്മളത് ഇമിഗ്രേഷൻ്റെ സമയത്ത് കാണിക്കണമെന്ന് തോന്നുന്നു. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അത് ഞാൻ ഫോമിൻ്റെ ലിങ്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 24 hours ബിഫോർ അത് എടുക്കണം. പിന്നെ എൻ്റെ രാത്രിയിലാണ് ഫ്ലൈറ്റ്. അപ്പോൾ പിറ്റേ ദിവസം വൈകുന്നേരം, അതായത് ഇവിടുത്തെ രാത്രി പകലും നമുക്ക് സമയം ഭയങ്കര വ്യത്യാസമല്ല. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ വൈകുന്നേരം തിരിക്കുന്നു, അവിടെ ചെല്ലുന്നു വൈകുന്നേരം, പക്ഷേ ഇവിടുത്തെ രാവിലെ ആയിരിക്കും അപ്പോൾ അബുദാബിയിൽ നമ്മൾ ഇവിടുന്ന് പോകുന്ന ഇവിടുത്തെ സമയം കാണിക്കുന്നു, അബുദാബി ചെല്ലുമ്പോൾ അവിടുത്തെ സമയം, പിന്നെ അവിടുന്ന് ഇന്ത്യ പോകുമ്പോൾ ഇന്ത്യയിൽ ലാൻഡ് ചെയ്യുന്ന സമയം കാണിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഫ്ലൈറ്റിൽ നമുക്ക് ടൈം ഭയങ്കര കൺഫ്യൂസിങ് ആണ് അല്ലേ, ഏത് സമയത്ത് എവിടെ ചെല്ലുന്നു എങ്ങനെയാണെന്ന് അറിയത്തില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ എനിക്കൊന്ന് 5 days എനിക്ക് ജെറ്റ് ലാഗിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. രാത്രിയിൽ എണീറ്റിരിക്കുക, അത് തന്നെയല്ല കേട്ടോ, രാത്രിയിൽ എണീറ്റിരിക്കുന്നത് മാത്രമല്ല, കുറച്ചിങ്ങനെ ഒരു നോസിയ പോലെയും അങ്ങനെയൊക്കെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എനിക്ക് നല്ല ഒരു അത്യാവശ്യം കുറച്ച് സമയം എനിക്ക് ലേ ഓവർ ഉണ്ട് അബുദാബിയിൽ. അപ്പോൾ അതെങ്ങനെയൊക്കെ ആവുമെന്നടുത്ത് പുറത്തിറങ്ങണമെങ്കിൽ നമുക്ക് ട്രാൻസിറ്റ് വിസയൊക്കെ എടുക്കണം. അതിൻ്റെ ആവശ്യമില്ല, ട്രാൻസ്ഫർ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും മീറ്റ് ചെയ്യാൻ നമുക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്തെടുത്താൽ പിന്നെ നമ്മൾ പക്ഷെങ്കിൽ പിന്നെ ഈ ട്രാൻസിറ്റ് വിസ എടുക്കണം, പിന്നെ നമ്മളെല്ലാം ആദ്യത്തെ പോലെ ചെയ്യണമല്ലോ. ലഗേജ് എടുക്കണ്ട, ബാക്കിയെല്ലാം ട്രാൻസ്ഫർ ആകുമ്പോൾ നമുക്ക് നേരെ സെക്യൂരിറ്റിയിലോട്ട് പോകാം. ഇതൊക്കെയാണ് പ്ലാൻ ഇപ്പം. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് ഈ പാക്കിംഗ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് പിന്നെ ഈ പ്രോബ്ലം കൂടി വന്നപ്പോൾ നമുക്ക് ആകെപ്പാടെ ടെൻഷനാണ്. ഇത് പാക്കിംഗ് ചെയ്യണോ, പോകാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ഉള്ളൊരു. ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫോൺ വന്നു കേട്ടോ, അങ്ങനെ കട്ടായിപ്പോയി. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇതിനകത്ത് ഈ ഇട്ടിരിക്കുന്ന ക്ലിപ്പിങ്സ് നമ്മുടെ July 4th ഇവിടെ അമേരിക്കയുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ സെലിബ്രേഷൻസ്, അത് ഫയർ വർക്ക്സ് കാണാനായിട്ട് ഞങ്ങൾ ഷാംപെയിനിൽ പോയതിൻ്റെയാണ് കേട്ടോ. യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ ഷാംപെയിനിൽ പോയിട്ട് കണ്ടതാണ് കേട്ടോ. അതിൻ്റെ ക്ലിപ്പിങ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നാളായിട്ട് എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.